ഹായ് ഹലോ മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സരയു ആവശ്യപ്പെട്ടതിനനുസരിച്ച് മനോഹർ 18 പവൻ്റെ മാല എങ്ങനെയും ഉണ്ടാക്കണമല്ലോ എന്ന് കരുതി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പണിയാൻ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് മാലയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് മനോഹർ പറയാണ്, നീ എന്തിനാ എന്നെ പിന്തുടർന്ന്? നീ ഇന്ന് എൻ്റെ ഒപ്പം വരണ്ട, നിനക്ക് ഞാനൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വരിക എന്ന് പറയാണ്. നീ ഈ കുഞ്ഞിനെ ഇവിടെ ഒറ്റക്കാക്കി, നീ ഒറ്റയ്ക്ക് ഇട്ട് എവിടേക്കും പോവരുത്, കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ മനോഹർ സരയുവിൻ്റെ അടുത്ത് പറയാണ്. സരയു പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള അടവുകളും ഒക്കെ മനോഹർ അങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സരയും മനോഹറിൻ്റെ കയ്യിലുള്ള സഞ്ചി കാണുകയാണ്. അപ്പോൾ സരയു ചോദിക്കുന്നുണ്ട്, എന്താണ് കയ്യിലെന്ന്. അപ്പോൾ മനോഹർ പറയുന്നുണ്ട്, നീ വാ, നിന്നോട് ഞാൻ വന്നിട്ട് അവിടെ ചെന്നിട്ട് പറയാമെന്നൊക്കെ പറയാണ്. അപ്പോൾ സരയു അപ്പോഴും സന്തോഷത്തിൽ അല്ല കേട്ടോ. അങ്ങനെ മനോഹർ ബെഡ്റൂമിൽ ചെന്ന് സരയുവിനോട് പറയാണ്, മോളു, എന്നോട് നീ ഒരു ആവശ്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെ വാങ്ങി തരാതിരിക്കുക എന്നൊക്കെ പറയാണ്. അതെനിക്ക് ഭയങ്കര വിഷമം ആവുമെന്ന് പറയുന്നുണ്ട് മനോഹർ ആ മാല സരയുവിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അത് മനോഹർ തന്നെ കഴുത്തിൽ അണിയിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മനോഹർ പറയാണ്, നീ അത് കണ്ണാടിയിൽ ചെന്ന് നോക്ക്, ഭംഗിയുണ്ടോ എന്നൊക്കെ നോക്ക്, ഇഷ്ടമായോ എന്നൊക്കെ പറയാണ്. അപ്പോൾ സരയു മനോഹറിൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല എന്ന്. എന്നിട്ട് മനോഹർ പറയാണ്, നീ ഒരു കാര്യം പറയുമ്പോൾ അതെനിക്ക് നടത്തി തരാൻ കഴിയുമോ എന്ന് അറിയണ്ടേ, അത് എനിക്ക് ഓക്കെ എന്ന് പറയാൻ പറ്റണ്ടേ. മനോഹർ സരയുവിനോട് പറയാണ്, നീ ഇനി ഒരിക്കലും എന്നെ സംശയിക്കരുത്, എനിക്കത് വിഷമമാവും. കല്യാണിയും കിരണും കൂടി പ്രകാശനെ കാണാൻ ജയിലിലേക്ക് ചെന്നിരിക്കുകയാണ്. എന്നിട്ട് പ്രകാശൻ പറയാണ്, ഞാൻ ചെയ്തിട്ടില്ല ഇതൊന്നും, ഞാനല്ല ഇത് ചെയ്തതെന്ന് ഇവരോട് പറയാണ്. അപ്പോൾ കിരണും കല്യാണിയും ചോദിക്കുകയാണ്, പിന്നെ ആരാ ഇത് ചെയ്തത്? ഇന്നലെ രാത്രി വരെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, ഇന്ന് രാവിലെയാണ് ഇങ്ങനെയൊക്കെ പറ്റിയത് എന്ന് പറയാണ്. എന്നിട്ടും പ്രകാശം പറയുന്നുണ്ട്, ഞാനല്ല ചെയ്തത്, എനിക്ക് കല്യാണിയും കല്ലുമോനെയും കാണാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വന്നതാണ്, അല്ലാതെ ഞാൻ ഇതിൻ്റെ ബ്രേക്ക് കട്ട് ചെയ്യാനൊന്നും വന്നതല്ല, ഞാനല്ല ചെയ്തത്, മക്കളെ എന്നൊക്കെ പറയുകയാണ് പ്രകാശൻ പറയാണ്, എന്നെ പ്രതിയാക്കാൻ വേണ്ടി ആരെങ്കിലും ഇത് ചെയ്തതാണ് എന്ന് എനിക്കറിയില്ല മക്കളെ എന്നൊക്കെ ഇങ്ങനെ പ്രകാശൻ സങ്കടത്തോടെയും വിഷമത്തോടൊക്കെ ഇങ്ങനെ ഇവരോട് പറയാണ്. പ്രകാശനെ ചതിച്ചത് ആരെന്നറിയാതെ ആകെ വിഷമത്തിലിരിക്കുകയാണ് പ്രകാശൻ. ഇതിന് ഒരു മറുപടിയും പറയാനാകാതെ പ്രകാശൻ ജയിലിൽ കഴിയുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്